ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്താണെന്നും മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെസിലു ബിൽ ലൗനിൽ മുനാസിബ് എന്നുള്ളതാണ്. അനുയോജ്യമായിട്ടുള്ള കളറിലേക്ക് യോജിപ്പിക്കാനാണ് പറയുന്നത്. ഒന്നാമത് തന്നിട്ടുള്ള കളറ് അസ്റക്കാണ്. അസ്റക്ക് എന്ന് പറഞ്ഞാൽ ഏത് കളറാണ് മക്കളെ? നീല നിറമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നീല എന്നതിലേക്ക് നിങ്ങൾ യോജിപ്പിച്ചു കൊടുക്കുക. ഇവിടെയും മലയാളത്തിൽ നീല എഴുതിയിട്ടുണ്ട്, അതിലേക്കും യോജിപ്പിക്കുക. ഇനി അസ്വദ്. അസ്വദ് എന്ന് പറഞ്ഞാൽ ഏത് കളറാ? അസ്വദ് ബ്ലാക്ക് ആണ് അല്ലേ, അഥവാ കറുപ്പ് നിറമാണ്. അപ്പോൾ കറുപ്പിലേക്ക് യോജിപ്പിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ എവിടെയാണ് കറുപ്പുള്ളത്? ഇതാണല്ലേ. അപ്പോൾ കറുപ്പിലേക്ക് ഇങ്ങനെയും വരച്ചു കൊടുക്കുക. ഇനി അഹ്ലർ ആണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ ഏത് നിറ? പച്ച നിറമാണ്. പച്ച നിറത്തിലേക്ക് വരക്കുക. ഇവിടെ എവിടെയാണ് പച്ചയുള്ളത്? ചുവപ്പ് പച്ച, രണ്ടാമതുള്ളത് പച്ച അല്ലേ. അപ്പോൾ ഇതിലേക്കും വരച്ചു കൊടുക്കുക. ഇനി ജഫ്രാനിയാണ്. ജഫ്രാനി എന്ന് പറഞ്ഞാൽ ഏത് കളറാണ്? നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗിൽ പഠിച്ചു അല്ലേ, ഇന്ത്യയുടെ കൊടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ കാണുന്ന നിറം അതേതാ? സാഫ്രോണ്, കുങ്കുമ നിറം അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് കുങ്കുമ നിറം ഉള്ളത്? ഇതാണല്ലേ. ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ മലയാളത്തിൽ എഴുതിയത് ഇതാണ്, ഇതിലേക്കും വരച്ചു കൊടുക്കുക. അവസാനം കൊടുത്തിട്ടുള്ളത് അഹ്മറാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ ഏതാ? ചുവപ്പ് നിറമാണ് അല്ലേ, റെഡ് കളറാണ്. അപ്പോൾ റെഡിലേക്കാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇവിടെ ചുവപ്പ് ഇതാണ്, ഇതിലേക്കും വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വേണം മക്കൾ ഇത് വരയ്ക്കാൻ. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാ കളറും അത് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയാം. അസറക്ക് നീല, അസ്വദ് കറുപ്പ്, അബിയത് എന്ന് പറഞ്ഞാൽ വെള്ള, ഇതിലില്ല. അഹ്ലർ പച്ച, ജഫ്രാനി കുങ്കുമം അല്ലെങ്കിൽ സാഫ്രോണ്, അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. അപ്പോൾ ഇത്രയും കളറുകൾ കൂട്ടുകാർ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് താഴെയുള്ള ചോദ്യം നോക്കാം. നെക്തുബിൽ അർക്കാമോ ഔ അതദ് എന്നുള്ളതാണ്. അർക്കാം അല്ലെങ്കിൽ അതദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് വായിച്ചു നോക്കൂ കൂട്ടുകാരെ. ഇതെന്താണ്? അഹദ അഷറ എന്നുള്ളതാണല്ലേ. അഹദ അഷറ എന്ന് പറഞ്ഞാൽ ഏതാ നമ്പർ? 11ആണ്. 11, 1 ഇങ്ങനെയും 1 ഇങ്ങനെയും എഴുതി കൊടുക്കുക. 11ആയി. ഇനി ഇവിടെ 13 എന്ന് തന്നിട്ടുണ്ട്. 13 എന്താ നമ്മൾ പറയാ? 3 നമുക്കറിയാം സലാസ എന്നാ പറയുക അല്ലേ. അപ്പോൾ ആദ്യം 3ൻ്റേത് എഴുതി കൊടുക്കുക, സലാസ. പിന്നെ 10നോ? അഷറ. അപ്പോൾ സലാസ അഷറ എന്ന് വരും. ഓക്കെ, സലാസ അഷറ. ഇനി ഇവിടെ നോക്കൂ, ഹംസ അഷറ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹംസ എന്ന് പറഞ്ഞാൽ ഏതാണ്? 5ആണ്. അപ്പോൾ 5 ആദ്യം എഴുതുക. അഷറ എന്ന് പറഞ്ഞാൽ 10ആണ്. അപ്പോൾ 15. ഓക്കെ, ഹംസ അഷറ എന്ന് പറഞ്ഞാൽ 15. ഇനി സെബ അഷറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെബ എന്ന് പറഞ്ഞാൽ 7ആണല്ലേ. 7 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. 7ഉം 8ഉം കൂടെ കൂട്ടുകാർക്ക് മാറിപ്പോവരുത്. ഇത് 7ആണ്, ഇത് 8ആണ്. ഓക്കെ, 7ഉം 8ഉം കൂടെ മാറിപ്പോവരുത് കേട്ടോ. ഇനി അഷറ ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ 17 എന്ന് കിട്ടി. സെബ അഷറ. ഇനി ഇവിടെ 10ആണ്. 10ന് എന്താ പറയുക? അഷറ എന്നാണ് അല്ലേ. അപ്പോൾ അഷറ എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്, അഷറ. ഓക്കെ, അഷറ എന്നും എഴുതി കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർ നമ്പേഴ്സ് എന്തായാലും പഠിച്ചു വെക്കണം. നമ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാർ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ എഴുതണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നുലാഹിൽ സൂറ വനുക്കമ്മിലുൽ ഹുറൂഫ് എന്നുള്ളതാണ്. ചിത്രം നോക്കുക, അതിനുശേഷം വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇതെന്താണ്? നമുക്കറിയാം മഹാത്മാഗാന്ധിയാണല്ലേ. അബു അൽ വ എന്നുണ്ട്. ഇതാരാണ്? മഹാത്മാഗാന്ധി നമ്മുടെ ആരാണ്? അബൂവത്തനാണല്ലേ. ദ ഫാദർ ഓഫ് നേഷൻ ആണ്, രാഷ്ട്രപിതാവാണ്. അപ്പോൾ അബുൽ വ എന്നാണ്. ഏത് ലെറ്ററാണ് മിസ്സായിട്ടുള്ളത്? ത്വ ആണല്ലേ. അപ്പോൾ അവിടെ ത്വ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഓക്കെ, ത്വ. അബുൽ വത്തൻ. അടുത്തത് നോക്കൂ, ഇതെന്താ സാധനം? കൊടിയാണല്ലേ, ഫ്ലാഗ് ആണ്. അത് നമ്മൾ അലം എന്നാണ് പറയുക. ഐനുണ്ട്, മീമുണ്ട്. മിസ്സായത് ഏതാണ്? ലാമാണ്. അപ്പോൾ അവിടെ ലാം എന്നുള്ളത് എഴുതി കൊടുക്കുക, അലം. ഇനി ഇതെന്താണ്? സൈനികനാണ്, ജുന്തിയാണല്ലേ, ജുൻ ഇ. അപ്പോൾ അവിടെ ഏതാ മിസ്സായിട്ടുള്ളത്? ദാലാണ്. അപ്പോൾ അവിടെ ദാല് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ഇതെന്താണ്? ഇന്ത്യയാണ്, അൽ ഹി
ഹിന്ദ് എന്നാണ്. അപ്പോൾ അവിടെ ഏതാ മിസ്സായത്? നൂനാണല്ലേ. അപ്പോൾ നൂന് എഴുതി കൊടുക്കുക, അൽ ഹിന്ദ്. അപ്പോൾ ഈ ഒരു വിട്ടുപോയത് നിങ്ങൾ പൂരിപ്പിക്കണം, അല്ലെങ്കിൽ ഫോട്ടോ തന്നിട്ട് ഇത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. താഴെയുള്ളത് നെസ്ലുൽ ഹുറൂഫ് എന്നുള്ളതാണ്. ഹർഫുകളെ കൂട്ടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രവർത്തനമാണ്, കൂട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ളതുമായിരിക്കും അല്ലേ. ഇവിടെ എന്താണ്? സുല്ലമ എന്നുള്ളതാണ്. അത് മൂന്നും ഒരുമിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ സീന് ആദ്യം എഴുതുക, അതിൻ്റെ കൂടെ തന്നെ ലാം എഴുതുക, പിന്നെ മീം എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്. അടുത്ത നോക്ക്, ഹരിമ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഹാവും റാവും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക, മീം സെപ്പറേറ്റും എഴുതി കൊടുക്കുക. ഇനി ഒർസ എന്നുള്ളതാണ്. അത് ഐനും റാവും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക, ഒർസ. ഇനി ദൽബുൻ എന്നുള്ളതാണ്. ദാല്, ലാമ്, അതുപോലെ തന്നെ വാവ്, ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് കുംഹുൻ എന്നുള്ളതാണ്. ഹുൻ, കുംഹുൻ. ഓക്കെ, മൂന്നും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക. വക്റ, വക്റ എന്നുള്ളതോ വാവ് കാഫ് റ, വക്റ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതും വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണ്. നിങ്ങൾ എന്തായാലും എഴുതണം. ഏതെങ്കിലും അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം എങ്ങനെയാണ് എഴുതുക, അവസാനം എങ്ങനെയാണ് എഴുതുക എന്ന് അറിയാത്തതുണ്ടെങ്കിൽ കൂട്ടുകാർ അതും കൂടെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.